ഈ റോഡ് സ്ട്രെയിറ്റ് പോയിട്ട് ആ പാലത്തിന് നടക്കുന്നത് പള്ളിയുണ്ടോ? പള്ളി ഈ റോഡ് സ്ട്രെയിറ്റ് പോയിട്ട് പാലത്തിൻ്റെ പള്ളിയിലൂടെ ആൾക്കാരെല്ലാം ഇങ്ങനെ ഇതിൻ്റെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഇവിടെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. നല്ല രസം ഇവിടെ നിൽക്കാം. കുറച്ച് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. കുറച്ച് നേരം നിൽക്കുകയും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാനും സല്ലപിക്കാനും ഒക്കെ പറ്റിയ സ്ഥലം. കൊല്ലത്തുനിന്ന് കുണ്ടറ പോയാൽ ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇടയ്ക്കിട്ട് ചാടാൻ പറ്റിയൊരു കുരുക്ക് റോഡാണ്. കറക്റ്റായിട്ട് പറയാറുണ്ട്. എന്നാലും ഈ റോഡ് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇച്ചിരി ട്രാഫിക് കുറയ്ക്കും. കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡാണ്. റോഡ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കുറച്ച് പണി ബാലൻസ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത് ഹൈസ്കൂൾ ജംഗ്ഷനും പിന്നെ ഈ സ്ഥലത്തിന് വരുന്ന പള്ളി തേവള്ളിക്ക് ഇടയിലൊരു ഭാഗത്ത് പോയി കയറും. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ അഞ്ചാലുംകൂടി കയറാൻ പറ്റിയ പെട്ടെന്ന് കയറാൻ പറ്റിയ ഒരു വഴി പാലം ബാലൻസ് വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് അടച്ചിട്ടേക്കാണ്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇതാണ് നമ്മുടെ റോഡ്. ഇത് കൊല്ലത്തു നിന്ന് വരുന്ന വഴിയാണ്. ഇതുവഴി ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയാൽ ഹൈസ്കൂൾ ജംഗ്ഷനും തേവള്ളി പാലത്തിനും ഇടയിലുള്ള ഒരു വഴി ചെന്ന് കയറും. പിന്നെ ഇവിടുന്ന് വേറൊരു റോഡ്, ആ റോഡ് തന്നെ കണ്ടിന്യൂ കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള റോഡ് കണ്ടിന്യൂ ചെയ്ത് നേരെ പോവുകയാണെങ്കിൽ അത് തേവള്ളി പാലമാണ് ഫ്രണ്ടിൽ കാണുന്നത്. തേവള്ളി പാലമല്ലേ അത്? തേവള്ളി പാലമല്ലേ? ഒരു പള്ളിയൊക്കെ ഉണ്ട്. ആ പാലത്തിൻ്റെ അപ്പുറത്ത് കയറുമായിരിക്കും. അതിൻ്റെ കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. അല്ലെങ്കിൽ പാലത്തിൽ പോയി കയറുമായിരിക്കും. അങ്ങനെയാണെങ്കിലും കുറച്ചുകൂടെ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അവിടെ നിൽക്കാൻ സ്ഥലമൊക്കെ ഉണ്ടല്ലേ? കയറി നിൽക്കാൻ അടിപൊളി. ആൾക്കാരെല്ലാം ഇങ്ങനെ ഇതിൻ്റെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഇവിടെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നു. നല്ല രസം ഇവിടെ നിൽക്കാം. കുറച്ച് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. കുറച്ച് നേരം നിൽക്കുകയും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാനും സല്ലപിക്കാനും ഒക്കെ പറ്റിയ സ്ഥലം. കൊല്ലത്ത് ഇപ്പം തിരക്കില്ല. ഇപ്പം വലിയ കുഴപ്പമില്ല. സൈഡിലൊക്കെ ഫുട്പാത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഫുട്പാത്തുണ്ട്. പിന്നെ ഇടയ്ക്ക് കയറി നിൽക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമുണ്ട്. എന്തായാലും ഇവിടെ ഭയങ്കര സ്പീഡിലൊന്നും വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ചെറിയ സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. കാര്യമാണാവും. ഫ്യൂച്ചറിൽ ചിലപ്പം ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് ഇത് പാർക്ക് ചെയ്യാൻ പറ്റാതെ ആയി. ഇപ്പം തുടക്കമായതുകൊണ്ട് വണ്ടി സൈഡിലൊക്കെ നിർത്തിയിട്ട് വേണമെങ്കിൽ ഇവിടെ നോക്കാൻ കാണുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്ന സ്ഥലമാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. കൊല്ലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. അപ്പം നേരെ ചെന്ന് അങ്ങോട്ടാണ് കയറുന്നത്. ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് നമുക്ക് നടക്കാവുന്നതാണ്. അധികം ദൂരമൊന്നുമില്ല. ഒരുപാട് ദൂരം കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം. എന്തായാലും കൊള്ളാം.
സർവീസും ഉണ്ടല്ലോ, ബോട്ട് സർവീസും ഉണ്ടല്ലോ. തയ്ച്ചൊക്കെ കിട്ടി. നമ്മൾ തയ്ച്ചൊക്കെ അവിടെ വണ്ടി വേണോ? ഭയങ്കര വിലയാണ്, നടക്കില്ല. ഇതൊക്കെ എടുക്കണം. ഇങ്ങനെ നമ്മൾ വെറ്റ്ലാൻഡിൽ നിന്ന് ഇറങ്ങി, സാധനം കിട്ടി. അപ്പം നമ്മൾ ടേസ്റ്റി ലാൻഡിലെത്തി. ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞു. 7:30. എവിടെ കണ്ടില്ല? കാണുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഫ്രണ്ടിലൊരു അടിപൊളി വ്യൂ. ഇതല്ല, അതിനകത്തിരുന്ന് തിന്നാൻ പറ്റും, കഴിക്കാം. ടേസ്റ്റി ലാൻഡിൽ നമ്മൾ ചായ കുടിക്കാൻ വന്നു. ചായ കുടിച്ച് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച്. ഇപ്പം സമയം 7:30 കഴിഞ്ഞു. അപ്പോൾ വിശപ്പ് കയറിയോ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ലൈറ്റായിട്ട്. ഓക്കെ, നമ്മുടെ തട്ടുദോശ.